സ്നേഹമുള്ളവരെ, ഇന്നെനിക്ക് നല്ല ഫ്രഷ് മത്തിയും അതുപോലെ ഫ്രഷ് അയിലയും കിട്ടി. അപ്പം മൈക്കിളിൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ ഹസ്ബൻഡ്, അവർക്ക് വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ മെൽബൺ ചേട്ടനൊക്കെ, അപ്പോൾ അവർക്ക് ഇന്ന് പണിക്ക് പോയിട്ട് ഒത്തിരി മീൻ കിട്ടിയായിരുന്നു. അപ്പം ഐബല ആകനെ വന്ന് വിളിച്ചിട്ട് അവർ പോയി കൊണ്ടുവന്നാണ്. അവർക്ക് കൊടുത്തു വിട്ടത് നല്ല ഫ്രഷ് മത്തിയും അതുപോലെ ഫ്രഷ് അയിലയും. അപ്പം ഞാൻ ഓർത്ത് മത്തി വറക്കാം, അയില പപ്പാസും വെക്കാമെന്ന് ഓർത്ത്. അപ്പം പാചകം തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ അയിലക്കുട്ടന്മാരെ മസാല വെട്ടി വെച്ച് വറക്കാൻ തുടങ്ങാം. അയില വറക്കാനായിട്ട് വെച്ചേട്ടാ, എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയാണ്. നല്ലപോലെ മുരിയണം. അപ്പം പപ്പാസ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റായി. അപ്പോൾ നമ്മുടെ അയില നന്നായിട്ട് മുരിഞ്ഞ് കേട്ടോ. തക്കാളി അരിഞ്ഞ് വെച്ചു, അതുപോലെ ചെറിയ ഉള്ളി, സവാള, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് പപ്പാസിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അപ്പോൾ വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പ് മാറി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. അത് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുവിധമൊക്കെ ആവുന്നുണ്ട്. അതായത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അയില എടുത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ആവശ്യത്തിന് എടുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അയില പപ്പാസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതും കൂടി ചോറ് കഴിക്കാം. ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനുള്ള ചോറും അയില പപ്പാസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് എല്ലാവർക്കും അവധിയാണ്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ ചാനൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ.